ആത്മീയ വിജ്ഞാനത്തിന്റെ അന്തസത്ത അഹവായിച്ചെടുത്ത് വിനയത്തിന്റെ തേലിരേവി കേരളീയ മുസൽമാന് ദിശാബോധം നൽകിയ സൂഫി ചക്രവാളത്തിലെ സൂര്യതേജസ്സുകളായ മഹാപണ്ഡിതന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സമുദായ ഐക്യത്തിന്റെ പടക്കൽ കത്തിവെച്ച വിഘടിതന്റെ സുന്ദരമായ ഓഫറുകളെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റി സമസ്തയുടെ സാന്ത്വളഗീതത്തേക്ക് നടന്നെടുത്ത് മുടിയിൽ പൊതിഞ്ഞ് കൊടിയിലുണ്ട് തടികേടായി കടിപിടികൂടി ഒടുവിൽ പണത്തിന്റെ ആർത്തുതീരാതെ ഹസരത്ത് നൽകിയ പിച്ചച്ചട്ടിയുമായി കൈനീട്ടി നിൽക്കുന്ന നിഗടിത കോമരങ്ങൾക്ക് വായടക്കം മറുപടി നൽകിയ സുന്നി ആദർശദേവികളെ പ്രൗഢോജലവാഗ്നി ഉസ്താദ് ഇസ്മായിൽ സഖാഫി തോട്ടുമുഖം നെടുവിക്കോട് ആദർശംശികളുടെ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം സവിനയം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله مولانا العظيم. صدق وبلغ نبيه الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബിവന്യരായ പാണക്കാട് സയ്യിദ് ഹാഷർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി, മുസ്തഫ അഷ്റഫി കക്കുപ്പടി തുടങ്ങി ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, എൻ്റെ പ്രിയപ്പെട്ട എടരിക്കോട്ടെ സഹോദരന്മാരെ, നമ്മൾ ഇവിടെ ഇപ്പോഴൊരു സമ്മേളനം നടത്താനുണ്ടായ കാരണം അത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കാർക്കും തൗഹീദ് മനസ്സിലായിട്ടില്ല എന്ന ചിലരുടെ ചിന്ത ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇന്നലെ ചില ആളുകളുടെ പ്രസംഗം ഇവിടെ നടക്കുകയുണ്ടായി. കാര്യമായും അവരിവിടെ പഠിപ്പിച്ച വിഷയം നവോത്ഥാനമാണ്. ആ ഫോട്ടോ കണ്ടപ്പോഴും വീഡിയോ കണ്ടപ്പോഴും ഒരു സമാധാനം ഉണ്ടായി. പൊതുവെ നമ്മൾ അജ്മീർ ദർഗാ ഷരീഫിലേക്ക് പോയാൽ ഇങ്ങനെ കുറെ മസ്താന്മാരെ കാണലുണ്ട്. അക്കൂട്ടത്തിലെ ഏതൊരു മസ്താന്റെ പോലുള്ള ആളാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു പഴയ തലയികെട്ടൊക്കെ കെട്ടിയൊരു പാവം മൊല്ലാക്കാന്റെ കോലത്തിൽ ഒരാളെ കിട്ടിയത് നന്നായി. മുജാഹിദുകളുടെ വേഷത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലേ? കണ്ടിട്ടില്ലേ? ചില ആളുകൾ തൊപ്പിയിട്ടിട്ടുണ്ട്, ചില ആളുകൾ ടവലിട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ടവലിടാത്ത ചില മൗലവിമാരും നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹിന്റെ അന്ന് നിസ്കരിച്ചവനെ പോലെ തലയിൽ തൊപ്പിയിട്ടിട്ടുണ്ട്. എന്തായാലും വേഷത്തിൽ ചില മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ശരിയായി പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ ഒരവ്യക്തതയില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തൗഹീദ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ വളരെ തലനാരിഴകേറിയ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നടത്തി മനസ്സിലാക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. 1,24,000 ചില്ലാനം അമ്പിയാക്കന്മാർ ഇവിടെ പഠിപ്പിച്ചത് തൗഹീദാണ്.
ആ അമ്പിയാക്കന്മാരുടെ മുഴുവൻ അസ്ഹാബുകളും കോടിക്കണക്കിന് പ്രബോധകരും ഭൂമിയിൽ പഠിപ്പിച്ച വിഷയം തൗഹീദാണ്. മഹാന്മാരായ നമ്മുടെ മശായിഖന്മാരും പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചു തന്നതും പരിശുദ്ധമായ തൗഹീദാണ്. അത് ഈ സമുദായത്തിനെ പഠിപ്പിക്കണമെങ്കിൽ കുറെ അവ്യക്തമായ ആയത്തുകൾ ഓതി മൗലവിമാർ തൊണ്ടകീറിയാലേ ഇസ്ലാമിലെ തൗഹീദ് ഒരാൾക്ക് മനസ്സിലാകൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. യഥാർത്ഥത്തിൽ എന്താണ് തൗഹീദ്? പരിശുദ്ധ ഖുർആൻ ശരീഫ് അത് പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ, പ്രഭു അവിടുന്ന് അരുൾ ചെയ്താലും, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനായ ഒരുവനാണ്. ഇത് പറയുമ്പോ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് കൂടുന്നുണ്ടോ? എങ്ങനെ? ഞാൻ രണ്ടെണ്ണ, ഞാനൊന്നല്ലേ? അല്ലേ? നിങ്ങളൊക്കെ ഓരോന്നല്ലേ? രണ്ടെണ്ണുണ്ടോ? ഉണ്ടോ? ആർക്ക് രണ്ടെണ്ണ സംശയമുണ്ടോ? അല്ലാഹു ഒരുവനാണ്, ഞാനും ഒരുവനാണ്, നിങ്ങളും. എന്താണ് ഈ ഒരുവനാവുക എന്നതിലെ വ്യത്യാസം? മൗലവിമാരെല്ലാവരോടും ഏകനായ ദൈവത്തെ ആരാധിക്കണം ആരാധിക്കണം എന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. തൗഹീദ് വല്ലാതെ പറയാറുണ്ട്. ഞാൻ ഒരുവനാണ്, നിങ്ങളും ഒരുവനാണ്. ഈ അർത്ഥത്തിൽ നമ്മളൊക്കെ സംബന്ധിച്ച് അഹദ് എന്ന് പറഞ്ഞൂടെ? പറയാം. അപ്പോഴാണ് അല്ലാഹു, ഏത് അഹദാണ് അല്ലാഹു എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദ്. പരിശുദ്ധ പ്രവാചക പ്രഭോ അവിടുന്ന് അരുൾ ചെയ്താലും അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. എങ്ങനത്തൊരുവനാണ്? അല്ലാഹു സമദ്, ഒന്നിലേക്കും ആശ്രയിക്കാത്ത നിരാശ്രയനായ അഹദ് അല്ലാഹു മാത്രമാണ്. ഇപ്പൊ പരിശോധിക്കുമ്പോൾ മന്ത് മറ്റേ കാൽമലാണോ എന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങൾ പറയുന്ന, കേൾക്കാൻ ചെവി വേണ്ടാത്ത, കാണാൻ കണ്ണ് വേണ്ടാത്ത, സംസാരിക്കാൻ നാവ് വേണ്ടാത്ത, സഞ്ചരിക്കാൻ കാല് വേണ്ടാത്ത, ഇരിക്കാൻ ഇരിപ്പിടം വേണ്ടാത്ത അല്ലാഹു തആല നമ്മളെല്ലാത്തിലേക്കും ആശ്രയിക്കുന്നവരാണ്. നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ചു, അല്ലാഹു പരിപാലിച്ചു. സമതായ റബ്ബ് നമ്മളെ സൃഷ്ടിക്കുകയും അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഓരോ നിമിഷവും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ നിമിഷവും അല്ലാഹുവിന്റെ ഇറാദത്തുണ്ടെങ്കിലേ കാര്യം നടക്കുന്നുള്ളൂ. അല്ലാഹുവിന്റെ ഖളാഉം അല്ലാഹുവിന്റെ ഇറാദത്തും തഅല്ലുഖായിട്ടാണ് ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉണ്ടാകുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അതാണ്. ഇതിനെതിരായ ഒരു വിശ്വാസവും സുന്നികൾക്കില്ല. നമ്മളെ പള്ളിയിലൊക്കെ ഹയ്യാലസ്വലാ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയല്? പറഞ്ഞോളി. ലാ ഹൗല വലാ ഖുവത. ഹൗലും ഖുവത്തും അല്ലാഹുവിനല്ലാതെ ആർക്കുമില്ല. നിസ്കരിക്കാൻ വരൂ എന്ന് പറയുമ്പോൾ ഔലാ ഖളാ ഉണ്ടാകണം. ആ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. മനസ്സിലാവുണ്ടോ പറയണത്? ഈ വിഷയത്തിൽ ഏറ്റവും അധികം തസ്നീഫാത്തുകൾ നടത്തിയത് സൂഫി പണ്ഡിതന്മാരാണ്. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹു തുടങ്ങി മഹാന്മാരായ ഒരുപാട് സൂഫി പണ്ഡിതന്മാർ ഈ വിഷയ സംബന്ധമായി ഒരുപാട് കനപ്പെട്ട രചനകൾ നടത്തിയിട്ടുണ്ട്. നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ ഇറക്കാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് മുറിയാത്തത്? അശാഇറത്തിന്റെ പണ്ഡിതന്മാർ, അശ്അരി ത്വരീഖത്തിന്റെ മഹാന്മാരായ ഉലമാക്കന്മാർ, ഇൽമുൽ കലാമിലെ നമ്മുടെ ആലിമീങ്ങൾ ഈ വിഷയകമായി വലിയൊരു ചർച്ച നടത്തി. ആ മഹത്തുക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ കത്തിക്ക് മുറിക്കാനുള്ള കഴിവില്ല. അത് അല്ലാഹു നൽകുന്ന ഔദാര്യമായ കഴിവാണ്. ആ കഴിവ് ആ സമയത്ത് അല്ലാഹു കത്തിക്ക് നൽകാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുറിക്കപ്പെടാതിരുന്നത്. സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ശത്രുക്കൾ വളഞ്ഞു നിന്നപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെട്ടതും അതാണ്. ഈ വിശ്വാസം പരിശുദ്ധമായ ദീനിന്റെ ഉസൂലിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കുണ്ട്. നിങ്ങൾ അപ്പറയുന്ന ആളുകൾ ഇവിടെ ഇല്ല. അതപ്പ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടോ? ഏത് തൗഹീദില്ലാത്ത ആളുകൾ സുന്നികളെ കൂട്ടത്തിൽ ഇല്ല എന്നല്ല, സുന്നികൾക്ക് മാത്രമാണ് കഠിനമായ തൗഹീദുള്ളത്. അപ്പൊ തവസ്സുൽ ഇസ്തിഗാസയൊക്കെ തൗഹീദിനെതിരാണോ? അതാണ് തൗഹീദിന്റെ ശക്തി. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ നമ്മളെ കാഫറാക്കാൻ വേണ്ടി അബൂജഹലിനെ മുസ്ലിമാക്കരുത്. കേട്ടണം? കേട്ടിട്ടില്ല അല്ലേ? നിങ്ങളുടെ വിശ്വാസം മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കാഫറാക്കാൻ വേണ്ടി ആരാ അബൂജഹലിനെ ആരാക്കാ? തിരിയുണ്ടോ പറയണേ? മനസ്സിലാവുണ്ടോ? എന്താ അബൂജഹലിന്റെ വിശ്വാസം? ഇസ്ലാമിന്റെ ഏറ്റവും കഠിന ശത്രുവല്ലേ അബൂജഹൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖുർആനിനെയും ഏറ്റവും വിമർശിച്ച ആളല്ലേ അബൂജഹൽ? ഈ അബൂജഹലിന്റെ വിശ്വാസം എന്താന്ന് പരിശുദ്ധ ഖുർആൻ പറയാതിരിക്കോ? നിങ്ങൾ പറയും ഇല്ലല്ലോ. എന്താണ് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഈ മൗലവി ഓതി ആയത്തെല്ലാം കൂടി ഓതേണ്ട ആവശ്യമില്ല. അവിടെ പറഞ്ഞൊന്നോതി, ഇവിടെ പറഞ്ഞൊന്നോതി, വേറൊന്നോതി, എന്നിട്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ ദുആ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നാണ് അർത്ഥം, ദുആ ചെയ്യുക എന്നാണ് അർത്ഥം, പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. ഈ ഒച്ചുംപൊളി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം അള്ളാഹു ചെറിയൊരു സൂറത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ്. ഇപ്പൊ നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കിയില്ലേ? ഡൗട്ടില്ലല്ലോ. ഇനി കുഫർ ഏതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഓ മക്ക മുശ്രിക്കീങ്ങളെ, ഓ കാഫിരീങ്ങളെ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾക്ക് ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു. ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിൽ നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങളും വിശ്വസിക്കുന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നിസ്സംശയം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ അബൂജഹലിന് നമ്മുടെ വിശ്വാസം ഉണ്ട്. ആര്? ഈ മുജാഹിദികളെ പറ്റി പറയുമ്പോൾ കുല്ലുഹും അജ്മഉൻ എന്നാണ് പറഞ്ഞാലേ പോലെ ചെറിയ തർക്കേ ഉള്ളൂ, ചെറിയ തർക്കം. മുജാഹിദീങ്ങളെ കഥ ഇപ്പൊ മഞ്ചേരി ബസ് സ്റ്റാൻഡ് പോയതിരിയാണ്. മഞ്ചേരി പോയാൽ പുതിയ ബസ് സ്റ്റാൻഡ് ഓട്ടോറിക്ഷയിൽ പോയിട്ട് മോനെ പുതിയ ബസ് സ്റ്റാൻഡ് ഇറക്കിക്കൊണ്ടാന്ന് പറഞ്ഞാൽ കുടുങ്ങി. പുതിയ ബസ് സ്റ്റാൻഡ് ഏതാ? തലക്കള്ള്. യഥാർത്ഥത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഏതാണ്? കോടതിന്റെ അടുത്ത് അല്ലേ? പുതിയ ബസ് സ്റ്റാൻഡിന് പേരുള്ളതോ അങ്ങേ തലക്കെ. അതിന്റെ നടുക്കിലൊരു പഴയ ബസ് സ്റ്റാൻഡ്. അത് നമ്മളെ കേന്നം തന്നെ എ പി അബ്ദുൽ ഖാദർ മൗലവി നടുക്കിങ്ങനെ നിൽക്കുന്നത്. ഇപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ ജിന്നുള്ളോ, അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലോ ജിന്നില്ലാത്തവര് നടക്കോ? ഇതാണ് കേരളത്തിലെ നിലവിലുള്ള മുജാഹിദീങ്ങളുടെ ഒറിജിനൽ അവസ്ഥ. എന്തേപ്പോ ഇതുണ്ടായി? ഇതിന്റെ കാരണം ഇജ്തിഹാദിന്റെ വാതിലാണ് തുറന്നു കൊടുത്തത്. ആര്? മൗലവിമാര്. ആർക്ക്? അഫ്ദൽ ഉലമ പാസ്സായ മുഴുവൻ ആളുകൾക്ക്. ഉദാഹരണം, ഇപ്പൊ പള്ളികളിൽ ഒരു ബോർഡുണ്ട്. എന്താ ബോർഡ്? മുജാഹിദിന്റെ പള്ളികളിൽ ചിലപ്പോൾ പോലീസിന്റെ വരെ ബോർഡുണ്ട്. പ്രകോപനപരമായി ഖുത്ബ ഓതരുത്. ഇങ്ങനെ എന്താ ഖുത്ബത്ര പ്രകോപനം? 1400 കൊല്ലായിട്ട് ഇവിടെ ഖുത്ബ നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്താ ഇന്നൊരു പ്രകോപനപരമായ ഖുത്ബ? അതാണ് സംഭവം. 940കളിൽ കൊച്ചിയിലാണ് മലയാളത്തിൽ ഖുത്ബ തുടങ്ങിയത്. ദീൻ വന്നിട്ടോ 1400 ചില്ലാനം വർഷമായി കേരളത്തിൽ ദീൻ വന്നിട്ട്. മക്കത്തും മദീനത്തും പല സ്ഥലങ്ങളിലും പള്ളി ഉണ്ടാകുന്നതിന്റെ മുൻപുണ്ടായ പള്ളികൾ കേരളത്തിലുണ്ട്. അല്ലാഹു ആ ബറക്കത്ത് ഖിയാമത്ത് വരെ ഈ ഉമ്മത്തിനെ നിലനിർത്തുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ ഇവിടെ ഖുത്ബ എന്നാ തുടങ്ങിയത്? മലയാളത്തില്
1940-കളിൽ. എവിടെ? കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയുടെ അടുത്തുള്ളൊരു പള്ളിയിൽ. ആര്? ഒരു ഹാജി സാഹിബ്. ശരിയുണ്ടോ? അറബിയിലെ ഖുതുബാരാ തുടങ്ങിയത് മാഖ്ബൈന ഖബരി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹറമായ പരിശുദ്ധ മദീനയിലെ പള്ളിയിലെ അംലാക്കുകൾ തവാഫ് ചെയ്യുന്ന പരിശുദ്ധമായ മിഹ്റാബിൽ നിന്ന് ലോകം കണ്ടതിൽ വെച്ചേറ്റവും ശ്രേഷ്ഠരായ, അല്ലാഹു സൃഷ്ടിച്ചതിൽ വെച്ചേറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അറബി ഭാഷയിൽ ഖുതുബയോദിയത്. ഈ ഖുതുബ എന്ന് തുടങ്ങി 1940-കളിൽ. അതിന് നമ്മൾ പറഞ്ഞു, കുട്ടികളെ അൽ ഖുതുബത്തു തുഖൂമു മഖാമർ റകഅത്തൈനി മിനൽ ഫറദ്. ഖുതുബ എന്ന് പറഞ്ഞാൽ 2 റകഅത്ത് നിസ്കാരത്തിന് പകരമെന്നാണല്ലോ ഉള്ളത്. പിന്നെ നിങ്ങളത് അറബിയിൽ നിർവഹിക്കൂ. അതിനാകെ 10ഓ 15ഓ പദമുണ്ടായാൽ പോലും ഖുതുബ ശരിയാവുമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ ബുദ്ധിമുട്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ മൗലവിമാര് കയറിയുന്നു. അതിലാരൊക്കെയുണ്ട്? മടവൂരികളോ മടിയൂരികളോ ജിന്നുള്ളവരോ ജിന്നില്ലാത്തവരോ ഒക്കെ ഉണ്ട്. മുത്തലഖൻ ഇജ്തിഹാദ് പ്രഖ്യാപിച്ചു. ഖുതുബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രസംഗം എന്നല്ലേ? പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ? തിരിഞ്ഞോ? ആ തിരിഞ്ഞപ്പോഴാണ് സമാധാനപരം പറയേണ്ടത്. ഇത് നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. ഇതെന്തിനാണ് നമ്മളെ പരിപാടിക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു 100 പേരിട്ടാണ്. മതി. അപ്പോ ഇങ്ങനെ എല്ലാവരും ഖുതുബയ്ക്ക് പ്രസംഗം നടത്തം വെച്ചു. മനസ്സിലാണ്ടല്ലോ? ഇത് തന്ത മൗലവിമാര് കുട്ടി മൗലവിമാരെ പഠിപ്പിച്ചു. ഇപ്പോഴാണ് പുലർപ്പുണ്ടായത്. ജിന്നുണ്ടോ ഇല്ലേ? ഒരാൾ പറഞ്ഞു, എന്റെ പറമ്പിൽ ഇന്നലെ ഒരു തേങ്ങ വീണു, അത് ജിന്നിട്ടതാണ്. മറ്റോ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തലയ്ക്ക് ഒരു മട്ടൽ വീണു, പക്ഷെ തലയിൽ തട്ടാതെ ആരോ തട്ടി, അത് ജിന്നാണ്. വേറെത്തം പറഞ്ഞു, നമ്മൾ സമ്മതിക്കൂല, അള്ളാഹു അല്ലാത്ത ആരും സഹായിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല, ജിന്നില്ല. തിരിയുണ്ടല്ലോ? ഇതിന്റെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, അതും ഇതും അല്ലാത്തവര്. നമുക്ക് ലാസ്റ്റ് അവരെ പറ്റി പറയാം. ഈ തർക്കം ഇങ്ങനെ കൂടിയപ്പോ ഒരു വെള്ളിയാഴ്ചയാണ് മുക്രി എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കണ മൗലവി ജിന്നുണ്ടായിരുന്നാളാണ്. ഖുതുബോധന മൗലവിയോ ജിന്നില്ലായിരുന്നാളാണ്. ഈ മുജാഹിദിന് ഭയങ്കര സ്ട്രോങ് ആണല്ലോ. കണ്ടില്ലെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു തരത്തിലെ ഒരു ഗൗരവ ഭാവമാണ് അല്ലേ? ചിരിച്ചുകൊണ്ട് പറയണത് വളരെ കുറവാണ്. കണ്ട ഷിർക്ക് ബിദ്അത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇതല്ല ശൈലി ആണല്ലോ. ഒരാളിങ്ങനെ ഒരു മരിച്ചെടുത്തു പോയി. അവിടെ ചെന്നപ്പോ ഓരോരുത്തർ മനോരമ, ഓരോരുത്തർ മാതൃഭൂമി, ഓരോരുത്തർ വർത്തമാനം, ഇങ്ങനെ പല പത്രങ്ങളുണ്ട്. ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാവം മനുഷ്യൻ വിചാരിച്ച പഠിച്ചവനെ മരിച്ചോടല്ലേ, പത്രം വായിക്കാമല്ലേ? ശരി, ഇയാളൊരു യാസീൻ എടുത്തിട്ട് ഇങ്ങനെ ഓതി, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. അണ്ണാക്കിനൊരു കൊടുത്ത MSM വരെ എന്തേ ശിർക്കാണോ? ഖുർആനോ അതിന് ശിർക്കോ? പത്രം വായിക്കലോ? ഖുർആനോദലോ? ശിർക്ക്. ഇതായിട്ടുള്ള ശൈലി നിങ്ങൾക്ക് മനസ്സിലാണ്ടല്ലോ അല്ലേ? മനസ്സിലാണല്ലേ? മയ്യത്തും കൊണ്ട് ഇങ്ങനെ പോവാ. മയ്യത്തുണ്ടോ ഈ സൂപ്പർ ഫാസ്റ്റ് പോണാതിരിയാണ്. പോയ ചെയ്യ ആരെങ്കിലും ആയിരായാലും ചെല്ലുന്നു പേടിച്ചിട്ട്. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നു, ഇതെപ്പോഴേ വന്നു? ഞാൻ മരിച്ച വിവരം അറിഞ്ഞപ്പോ തന്നെ പോന്നു. ഓഹോ, ഡിലേ ആയോ? ഇല്ലല്ലോ, കൃത്യമായിട്ട് ഇറങ്ങി. എങ്ങനെ പോന്നു? ഞാൻ കാറിലാണ് പോകുന്നത്. ഇങ്ങനെ വർത്താനം പറയാണ്. പഞ്ചായത്ത് നമ്പർ പറയാണ്, അവിടെ ഇപ്പൊ റോഡ് വരട്ടോ, മയ്യത്തുണ്ടോ കേട്ടോ. അപ്പുറത്തു കൂടി വേറൊരാൾ പറയണ, എന്താ ചെരുപ്പിന് ഇങ്ങനെ വെച്ചാൽ. വേറൊരാൾ പറയണ ഭയങ്കര ചൂടാണ്. അതൊക്കെ തൗഹീദാട്ടോ. ഒരു പച്ച സാധു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഓനെ പിടിച്ച് പുറത്താക്കി. ശിർക്കാണ്. നിങ്ങളൊക്കെ തൻ്റെ ഉള്ളിൽ എന്താണല്ലേ? ശിർക്കും തൗഹീദും അടുക്കളയിൽ ഇങ്ങനെ പാർട്ടിച്ചേക്ക. ഒരാൾക്ക് ശിർക്കും ഒരാൾക്ക് തൗഹീദും. ഇതിങ്ങനെ മൗലവി പറഞ്ഞൊക്കെ ശിർക്കും, മൗലവി പറയാത്തൊക്കെ തൗഹീദും. എന്താ അത് കഥ? ഇതിനൊരു അടിസ്ഥാന പ്രമാണമൊന്നുമില്ലേ? ഇതാണ് വൈരുദ്ധ്യങ്ങളിലെ അത്ഭുതകരമായ വൈരുദ്ധ്യം. അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഖുതുബ നടക്കുന്നത്.
ഖുതുബ എന്താ മറക്കരുതേ, ഖുതുബ ആരാധനയല്ല, പിന്നെന്താ? പ്രസംഗം. ഒരു മൗലവി, ഖത്തീബ് മൗലവി കയറി, അൽഹംദുലില്ലാഹ്, ഇവിടെ ചില എംബോക്കികളുണ്ട്, അവർ ജിന്നുണ്ടെന്ന് പറയുന്നു. ജിന്നിനോട് സഹായം ചോദിക്കുന്നു. അവരെ പിടിച്ചു പുറത്താക്കണം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അവർ മുശ്രിക്കുകളാണ്, അവർ നരകത്തിന്റെ പുറത്താക്കും. ഉസീക്കും ഇബാദല്ലാഹി ബിത്തഖ്വല്ലാഹ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഇതാണ് ഖുതുബ. പിന്നെ ബാക്കി ദ്വാക്കൊന്നും നേരല്ല, മൊല്ലാക്കാക്കാണ് ദേഷ്യം പിടിച്ചു. അയാൾ നോക്കുമ്പോ ഒരു വടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തെച്ചോക്കാന്ന്, വടിയില്ലാന്ന്. ഒരു വാളും ഉണ്ടെങ്കിൽ അതും നോക്കാന്ന്, അതുമില്ല. ആകെ കയ്യിൽ എന്താ? ഒറിജിനൽ കൈയാണ്. ഖത്തീബിന്റെ കാലിന് പിടിച്ചിട്ട് മൊല്ലാക്കാർ ഒറ്റ ഏറാണ്. ജിന്നുണ്ടോ നോക്കാന്ന്. വീണു, അടിയായി. നമ്മളെ പള്ളിന്റെ മാതിരിയല്ലല്ലോ, കുറച്ച് ദുർബല വിഭാഗം മോളുണ്ടാവുമല്ലോ. ആരേ? ലേഡീസ്. ജിന്നുള്ള പെണ്ണ്, ജിന്നിളകിയ പെണ്ണിനെ തെച്ചു, ജിന്നിളകിയ പെണ്ണ് ജിന്നില്ലാത്ത പെണ്ണിനെ തെച്ചു. ആ കൊച്ചുംവിളി. നമ്മൾ സുന്നികളെ പള്ളി പ്രശ്നമാണ്, പോലീസ് വരാൻ നേരം വെക്കും. എന്താ കാരണം? ആണുങ്ങളല്ലേ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തച്ചാ പ്രശ്നമല്ല. അതിന് ചോരക്കുട്ടികളടക്കണ്ടാവും. എന്തായാലും പോലീസ് വേഗം വരും. പോലീസ് പറഞ്ഞു, ഇതിപ്പോ എന്താ സംഭവം? ഇയാൾ ഖുതുബയിൽ ചീത്ത പറഞ്ഞു, മറ്റയാൾ പിടിച്ചടിച്ചു, ഇതൊക്കെ പ്രശ്നം. അപ്പോ പോലീസ് പറഞ്ഞു, പോലീസിനുണ്ട് ഖുതുബ. നിങ്ങൾ ഖുതുബ ഓതിയാലും വേണ്ടില്ല, ഓതിയില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ സമാധാനപരമാകണം. ഇങ്ങനെ പറയിപ്പിച്ചത് പാരമ്പര്യം നിഷേധിച്ചില്ല. ഈ തിരിയണ ഖുതുബിൻ ചോദിച്ചു വന്ന അവിടെ പ്രശ്നമായി. ഇവിടെ തവസ്സുൽ നടത്തിയപ്പോൾ അതിനെ എതിർത്തു, മറ്റൊരു ഇസ്തിഗാസ നടത്തിയപ്പോൾ അവിടെ എടുത്തു. ഇസ്ലാമിന്റെ വലിയൊരു സമുദായത്തെ ഇസ്ലാമിന്റെ പുറത്തു കൊണ്ടുപോയി. ചില കുടുംബ കോടതിയിലെടുത്ത് പോയാൽ കാണാം വഹാബി മൗലവിമാർ ഇങ്ങനെ മണ്ടന്. എന്താ? ഒരേ ഇരിപ്പിൽ 3 തൊലാക്കില്ലാൽ സ്വീകരിക്കുമല്ലോ. ജഡ്ജി പറഞ്ഞു, അല്ലെങ്കിൽ മധ്യസ്ഥന്മാർ പറഞ്ഞു, ഇപ്പൊ തലാക്കില്ലീറ്റ പേപ്പറാണ് കൊടുത്താളി 3 ചെല്ലിക്കോളി. അത്രയ്ക്കല്ലേ ഇപ്പോൾ ഓൾക്കറിയുള്ളൂ. മൗലവി ഇങ്ങനെ ചിന്തിക്കാണ്, 3 ചെല്ലി ഒന്നല്ലേ പോകുള്ളൂ. ഇവിടുന്ന് 3, അവിടുന്ന് 3, മറ്റോടന്ന് 3 ഓടുകയാണ് സ്ഥലം മാറാൻ വേണ്ടിയിട്ട്. ഒറ്റ ഇരിപ്പ് പറ്റൂല. ചാടിക്കൊണ്ടായിക്കോട്ടെ, മണ്ടിക്കൊണ്ടായാലും വേണ്ടില്ല, ചാടിയാലും വേണ്ടില്ല, മഞ്ചേരിന്റെ പുറത്തു പോയാലും വേണ്ടില്ല, എവിടെ ആയാലും ചെല്ലിട്ട് തന്നാളേണ്ടീന്നാ വക്കീല് പറയുന്നത്. എന്താ പത് കഥ? യുക്തിസഹമല്ലാത്ത, അടിസ്ഥാനമില്ലാത്തൊരു കഥ. ഒളുവിലായാലും പുളിയിലായാലും വെള്ളം മുസ്താമിലാകുന്ന വിഷയത്തിലായാലും എവിടെയായാലും അടിസ്ഥാനമില്ലാത്തൊരു കഥ സൃഷ്ടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചരിത്രപരമായ ഒരു വായന മഹാന്മാരായ ഉലമാക്കന്മാര് നടത്തിയിട്ടുണ്ട്. ഇത്ര വലിയൊരു കാര്യത്തെക്കുറിച്ച് അല്ലാഹു തആല ഒന്നും പറയില്ല. തവസ്സുലും ഇസ്തിഗാസയും എതിർത്തു വന്നത് ആരാ ഇവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം, നബിയുടെ പരിശുദ്ധ മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച കാലത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വഹീനെ സ്വീകരിക്കാൻ അല്ലാഹു പ്രത്യേകമായി സൃഷ്ടിച്ചവരാണവർ. നക്ഷത്ര തുല്യരായവർ, മുഴുവനും നീതിമാന്മാരായവർ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അടയാളങ്ങളായവർ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും ജീവിച്ചവർ. വിഷമം വന്നപ്പോഴവർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞിട്ടുണ്ട്. മഴയില്ലാത്തപ്പോൾ മഴ ചോദിച്ചിട്ടുണ്ട്. ദാരിദ്ര്യമുണ്ടായപ്പോൾ അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണുപോയപ്പോൾ കണ്ണ് ചോദിച്ചിട്ടുണ്ട്. ശരീരത്തിൽ അവയവങ്ങൾക്ക് കേട് സംഭവിച്ചപ്പോൾ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു കാര്യം സഹാബികൾക്ക് ഉണ്ടായിട്ടില്ല. ഈ സഹാബത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചോ. എന്തോ ഒരു തവസ്സുലാണ്, എന്തോ ഒരു സഹായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ തേടിയത്. ഇഷ്ടംപോലെ ഹദീസുകൾ, ഇഷ്ടംപോലെ സംഭവങ്ങൾ അല്ലാഹു പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സമുദായത്തിൽ ഇത് മുഴുവനും അറിയാം. സ്വഹീഹായ റിവായത്തുകൾ എത്രയുള്ളത്. എന്നിട്ടിങ്ങനെ വരും, ഞങ്ങൾ നേർക്ക് നേരെയാണ് പിടിക്കുന്നത് മൗലവി. എങ്ങനെ? അതെന്നെ അബദ്ധം. നേർക്ക് നേരെ പിടിക്കാൻ ഇപ്പം എന്താ പഠിച്ചത്? എന്നേത് പോയി നമ്മുടെ നാട്ടിലൊരു ഓട്ടോറിക്ഷ വിളിച്ചിറക്കണ ചെറുക്കൻ. ഓനൊരു ദിവസം മറ്റേതായി ഏത്
മുജാഹിദ് പക്ഷേ. അവൻ പറഞ്ഞു, എന്താ മോനെ ഇങ്ങനെ കെട്ടുന്ന തെക്ക്, ഇതെവിടെ കുട്ടികളെ വേറെ കാണാം? ട്രാൻസ്ഫോമർ കാണാം. അവർക്ക് മൗലവിന്റെ തലയും കൂടി ഫിറ്റ് ചെയ്ത പരിപാടി. എന്താണോ കുട്ടി ഇങ്ങനെ കെട്ടുന്നത്? അത് അലസദറുടെ അരീസിൽ. ഓഹോ, അലസദർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ആയാലും അലസദരല്ലേ, കുറച്ചുകൂടി തായാലും അലസദരല്ലേ. ഇതിങ്ങനെയാണ് ഇപ്പൊ എന്നോട് ആരെ പറഞ്ഞു? അതെ, അത് ഞാൻ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് കേട്ടതാണ്. ശരി, ഈ ഖുർആൻ ക്ലാസ് എടുക്കണ മൗലവിനോട് വെച്ചു, എനിക്കിത് എവിടെ കിട്ടി അലസദറിന്റെ അർത്ഥം എങ്ങനെയാണെന്ന്? അത് ഞാൻ ഷൗക്കാനിയുടെ നെയിലുൽ ഔത്താറിൽ കണ്ടതാണ്. നേർക്ക് നേരല്ല കേട്ടോ സംഭവം, നേർക്ക് നേരല്ല കേട്ടോ. അപ്പൊ ഇവിടെ ആര് വന്നു? ഓട്ടർഷക്കാരന് മൗലവി വന്നു, മൗലവിക്ക് ഷൗക്കാനി വന്നു. തിരിഞ്ഞോ? ഷൗക്കാന്റെ നെയിലുൽ ഔത്താർ നോക്കിയാലോ, മൂപ്പർ പറയും ഈ ഹദീസിന് ഇങ്ങനൊരു വ്യാഖ്യാനം ഞാനല്ലാതെ കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ തീർന്നു. ചില ആൾക്കാർ ചട്ടി കൊണ്ടോന്ന് അതിരാ 2 സനദേ വായിക്കാൻ കഴിയും. എവിടെ കിട്ടി? കൊടുത്തല്ല. എങ്ങനെ ഇത് കിട്ടി? അതും കൊടുത്തല്ല. തിരിഞ്ഞല്ലോ. നമ്മളാണെങ്കിലോ നമ്മളുടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ രൂപം നോക്കിയാൽ നീ ഞങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹിജറ 150 ജനിച്ച അല്ലാഹു സൃഷ്ടിച്ച അനുഗ്രഹമായ ആലിമു ഖുറൈശിയ്യം വഉത്ബാഖൽ ലർദി ഇൽമൻ, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനിരിക്കുന്നു. ആ മഹാപണ്ഡിതൻ ആരായിരിക്കുമെന്നറിയോ? ലോകം മുഴുവൻ അറിവുകൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞ സുഹുദിന്റെ പ്രതീകമായ, ഖനാഅത്തിന്റെ നിദർശനമായ, ഏകാന്തമായ ഇബാദത്തിന്റെ സമ്പൂർണതയായ, അറിവിന്റെ ജ്യോതിർഗോളമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവാണ് ഞങ്ങളോട് ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ പറഞ്ഞത്. തിരിയുണ്ടോ? എന്റെ മൗലവിന്റെ സ്ഥാനത്ത് ഞങ്ങൾക്കുള്ള ആരാണ്? ഇമാം ശാഫിഈ. നീ നാട്ടിലെ അഫ്ദലുൽ ഉലമക്കാരനായ മൗലവി പറഞ്ഞ് അംഗീകരിച്ചു. ഞങ്ങളോ ഹിജറ 150 ജനിച്ച 7 വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ, ലോകം മുഴുവൻ കണ്ട മഹാപണ്ഡിതൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന വലിയ മനുഷ്യൻ പറഞ്ഞത് അംഗീകരിച്ചു. അല്ലാതെ നിങ്ങൾ നേരിട്ടൊന്നുമല്ല. നേരിട്ട് നിങ്ങൾ വെറുതെ അറിയാം. അങ്ങനെ നേരിട്ട് ഈ പദത്തിന് ഇങ്ങനെ അർത്ഥമുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? തിരിഞ്ഞല്ലോ. അപ്പൊ ഇതൊരു കഥയാണ്. മറുപക്ഷത്തുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയാം, ആരെയും വിമർശിക്കാനല്ല നമ്മൾ വന്നത്. വിമർശനം പറയാനുള്ള കാര്യമല്ല. തെറ്റിയതോനെ വിമർശിക്കണ്ട. നിങ്ങളെ അഭിപ്രായം എന്താ? വേണ്ടേ? വേണം. അല്ലെങ്കിൽ ശരി നിലനിൽക്കുമല്ലോ. ശരി സ്വന്തം പ്രചരിക്കപ്പെടുമെങ്കിൽ അമ്പിയാക്കന്മാർ നിയോഗിക്കപ്പെടൂ. സത്യം സ്വന്തമായിട്ട് വികസിച്ചോട്ടെ എന്നല്ല പറയാം, അല്ലേ? ശരി തന്നെ തബ്ലീഗ് ചെയ്താലേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു അമ്പിയാക്കന്മാരെ നിയോഗിച്ചത്. ശരി പറഞ്ഞാലേ നിലനിൽക്കുള്ളൂ. ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, നിങ്ങൾക്ക് എന്തിനാ ഈ മുജാഹിദിനെ പറയുന്നത്? പോലല്ല ഇവിടെ ആരെ പറയണ്ടത്? പിന്നെപ്പോ നമ്മളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആരാ പഠിപ്പിക്കാം? ചരിത്രപരമായ ഒരു വായന, പണ്ഡിത വീക്ഷണം. ഇമാം സുബ്കി തവസ്സുലും ഇസ്തിഗാസയും സംബന്ധിച്ചുള്ള ഒരു പണ്ഡിത വീക്ഷണം, പണ്ഡിതപരമായ വായന ഇമാമിന് സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ന് മുതലാണ് മുസ്ലിം സമുദായത്തിന്റെ നേരെ ഇത്തരം ആക്രമണകരമായ രീതിയിൽ അവരെ മുശ്രിക്കാക്കി സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവസരമുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. എത്രത്തിലധികം കാലിന് ബലം വരാതെ വന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞത് അല്ലാഹു മുഹമ്മദാ, ഓ എന്റെ മുഹമ്മദ് നബിയേ, അവിടുന്ന് എന്നെ സഹായിക്കണേ എന്നാണ്. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ടപ്പോൾ, കണ്ടം മുറിച്ചു മാറ്റപ്പെടുമെന്ന് തോന്നിയപ്പോൾ, ജീവനപകടം സംഭവിക്കുമെന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും വിളിച്ചു പറഞ്ഞത് അല്ലാഹു മുഹമ്മദാ, ഓ എന്റെ മുഹമ്മദ് നബിയേ എന്നാണ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ശത്രുക്കളോടരാടി അസാമാന്യ ധീരനായ ഖതാദ പിന്മാറാതെ നടത്തിയ യുദ്ധത്തിനൊടുവിൽ കണ്ണിലതാഹു റമ്പ് തറച്ചു. ധീരനായ ഖതാദ
വേദന മറന്നുകൊണ്ടത് വലിച്ചെടുത്തപ്പോഴതാ അമ്പിന്റെ കൂടെ കണ്ണും പറഞ്ഞു പോന്നു. ഈ കണ്ണുമായി ഖതാദ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ വന്നു മുത്തുനബിയുടെ പരിശുദ്ധമാക്കപ്പെട്ട കയ്യിലേക്ക് തന്റെ പറഞ്ഞു വന്ന കണ്ണിനെ ഏൽപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഇതെന്തേ ഖതാദ? ഇതെന്റെ കണ്ണാണ് നബിയേ, ഇതെന്തിനാണ് ഖതാദ? ഇതെനിക്ക് തിരിച്ചു തരണേ പ്രഭോ. ഈ കണ്ണ് ഷഹീദായാൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമാണ് ഖതാദ. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടുത്തേതോ ദിവസങ്ങളിൽ വിവാഹിതനായ ഞാൻ എന്റെ പുതുമണവാട്ടിയുടെ അടുത്തേക്ക് അന്ധനായി കടന്നു ചെന്നാൽ അവൾക്ക് സങ്കടം വരും. അതേസമയം ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്, എനിക്ക് കണ്ടുവേണ്ട. എന്റെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കൈകൾ കൊണ്ട് ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിനെ വിടർത്തി അതിന്റെ പിന്നിൽ ശറഫാക്കപ്പെട്ട മണീരിനെ പുരട്ടി. എന്നിട്ട് ആ കണ്ണതാ തിരിച്ചു കൊടുത്തു. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നക്ഷത്ര തുല്യരായ സഹാബത്ത് നേർക്കാഴ്ചയായി കണ്ട കാര്യമാണ്. കണ്ണുപോയെന്ന് പറയുമ്പോൾ നബിയോട് പരാതിപ്പെടുമ്പോൾ തൗഹീദ് നഷ്ടമാകുമെന്ന് മുത്തുനബി അവരെ പഠിപ്പിച്ചിട്ടില്ല. അതൂബു ഇലല്ലാഹി ഇലാ റസൂലിഹി എന്ന് പറയുമ്പോൾ അപകടം സംഭവിക്കുമെന്നവരെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ ശിർക്കുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ല. മുത്തുനബിയോ സഹാബത്തോ താബിഈങ്ങളോ താബിഈങ്ങളോ ഇത്തരമൊരു കാര്യം വിമർശിച്ചിട്ടില്ല. ഈ വിമർശനത്തിന് തുടക്കം കുറിച്ചാണ് ഇബ്നു തൈമിയ്യ വിശദമായിട്ട് നമ്മുടെ അഷ്റഫിയുടെ പ്രസംഗം, ഓരോ പ്രസംഗത്തിലെ ക്ലിപ്സൊക്കെ ഇങ്ങനെ വരാനുണ്ട്. അതൊരു വൈജ്ഞാനിക മേഖലയിലെ പുതിയൊരു കാലാണ്. ഇതിങ്ങനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നല്ലോണങ്ങൾ പഠിക്കണം. ഇത് ഇബ്നു തൈമിയ്യാണ് തുടങ്ങിയത്. ഏത് ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയ്യ ഒരു വലിയ പണ്ഡിതൻ തന്നെയാണ്. ഇബ്നു തൈമിയ്യയുടെ രചനയിൽ വലിയ സന്തോഷമുണ്ട്. അസാധാരണമായ ഭാഷാവൈഭവമുണ്ട്. വ്യക്തമായി എഴുതാനും പറയാനും ഇബ്നു തൈമിയ്യക്ക് കഴിവുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ഒരു ഹരമാണ്. മടുപ്പില്ലാത്തൊരു ഒഴുക്കുണ്ട്. വലിയ പണ്ഡിതൻ തന്നെയാണ് അഹ്മദ് ഇബ്നു തൈമിയ്യ. മറ്റ് ചില സുന്നികൾ പറയുന്നത് പോലെ അയാൾ ഒന്നും തിരിയാത്താണൊന്നുമല്ല, ഹംബലി മദ്ഹബുകാരനുമാണ്. നിങ്ങളെപ്പോലെ നേരിട്ട് ഇജ്തിഹാദ് നടത്തുന്ന ആളുമല്ല. പക്ഷേ ഇബ്നു തൈമിയ്യക്ക് ഒരു കുറവ് സംഭവിച്ചു. ആ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന വളരെ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. ഇസ്ലാമിക ലോകം ആദരവോടുകൂടി പറയുന്ന താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ കുറവാണല്ലോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ശറഹുൽ ഹികമിന്റെ മുസന്നിഫാണ്. സൂഫി ലോകത്തിന്റെ എക്കാലത്തെയും നേതാവാണ്. അല്ലാഹു അവരുടെ ഫൈദ് പാവപ്പെട്ട നമുക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദിനിൽ ബുസ്രിയുടെ അഷ്റഫുദ്ദീൻ മുഹമ്മദിനിൽ ബുസ്രിയുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അന്ന് ഈജിപ്തിൽ കുറച്ച് ആരിഫീങ്ങൾ ജീവിച്ചിരുന്നു. അവർക്ക് നിറയെ ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചില ആളുകൾക്ക് അള്ളാഹുവിനെ സ്നേഹിച്ച് ചില മാനസിക വിഭ്രാന്തികൾ ഉണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മസ്താന്മാർ മനസ്സിലാവുണ്ടോ? അപ്പൊ ചില ആളുകൾക്ക് ഏറ്റവും എളുപ്പം ഈ പാവപ്പെട്ട മശായിഖന്മാരും അല്ല മുരീദന്മാരും ബാക്കി കൂടലാ. അതെന്താ അങ്ങനെ, ഇതെന്താ എങ്ങനെ? ഒരു കാര്യം, പല തത്തബിയ ഇസ്റഹും. ഞാൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ പദം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ അവരുടെ പിന്നിൽ കൂടരുത്. ആ പിന്നിൽ കൂടൽ ഈമാനിനെ കൊന്നുകളയുന്ന വിഷമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഇബ്നു തൈമിയ്യ ഇവരുടെ പിന്നിൽ കൂടി. അതിനു മുമ്പ് ഇബ്നു തൈമിയ്യക്ക് ഒരു കേടുമില്ല. ഇബ്നു തൈമിയ്യക്ക് അതിനു മുമ്പ് ഒരു കേടുമില്ല. അതിനു മുമ്പ് അയാളുടെ രചനകൾ, ഒരുപാട് രചനകളുണ്ട്. ഇബ്നു തൈമിയ്യ ഒരു റിസർച്ച് വിഷയമാണ്. അങ്ങനെ ഒരു സംവാദത്തിലേക്ക് കാര്യമെത്തി.
ഇബ്നു തൈമിയ്യ ഒരു വാദം ഉന്നയിക്കുന്നു. സൂഫികൾ ആക്രമിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു. ഒരു വാദപ്രതിവാദമുണ്ടാകി. വാദപ്രതിവാദത്തിൽ ഒരു പക്ഷത്ത് സൂഫി പണ്ഡിത ലോകത്തിന്റെ സൂര്യപ്രതിഭയായ ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി, മറുഭാഗത്തുള്ളത് ഇബ്നു തൈമിയ്യ. സംവാദം ശക്തമാക്കി. പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങളെ സബ്ബഹു സബ്ബൻ, ചരിത്രം പറയുന്നു, ഇബ്നു തൈമിയ്യ വല്ലാതെ തെറി പറഞ്ഞു, വല്ലാതെ ആക്ഷേപിച്ചു, വല്ലാതെ അവിടുത്തെ തെറി പറഞ്ഞപ്പോഴും മഹാനായ താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. അന്ന് തുടങ്ങിയ ഗുരുത്വക്കേടാണ് അഹ്മദ് ഇബ്നു തൈമിയ്യ എന്ന മനുഷ്യന് സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലാവുണ്ടോ പറയണത്? തിരിയുണ്ടോ? പടച്ചോൻ ഓരോ കാലത്ത് ഇറക്കുമ്പോഴേ മനുഷ്യന്മാരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു കമ്പനി ഇറക്കല്, ഒരു കമ്പനി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്തേപ്പോ ആ പാർട്ടിയിൽ ഇത്ര നീളമുള്ള മുടിയുണ്ടോന്ന് ഇപ്പൊ അംഗീകരിക്കാൻ ആളെ കിട്ടിയില്ല. ഒരു കൂട്ടം, ആ കൂട്ടത്തിലൊരു നേതാവ്. തിരിഞ്ഞല്ലോ? മനസ്സിലാവുണ്ടോ പറയണത്? ഇവിടെ ഇപ്പൊ ഈ അഹ്മദ് ബിൻ തൈമിയനെ പോലുള്ള പിൽഗാമികളായ ഒരുപാട് ആളുകൾ ആരിഫീങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മശായിഖന്മാർ വിമർശിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ സംഭവിച്ച ഒരു ഗതികേട് വരാനുണ്ട്. ആർക്ക് സംഭവിച്ച ഗതികേടാ വരാനുള്ളത്? അഹ്മദ് ബിൻ തൈമിയ്യക്ക് സംഭവിച്ച ഗതികേടാ വരാനുള്ളത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അന്ന് മുതലാണ് ഈ രോഗത്തിന്റെ തുടക്കം. ഇന്നും ആ പാരമ്പര്യം നിലനിർത്തുന്നുണ്ട്. എങ്ങനെ? ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയെ അംഗീകരിക്കുന്ന ആളുകൾ ആരിഫീങ്ങളുടെ പക്ഷത്തും, അവരെ വിമർശിക്കുന്ന അഹ്മദ് ബിൻ തൈമിയ്യയുടെ ആളുകൾ ആരുടെ പക്ഷത്തും? മുജാഹിദിന്റെ പക്ഷത്തും ജമാഅത്തിന്റെ പക്ഷത്തും. ചിലക്ക് പേര് മാറെങ്കിലും അടിസ്ഥാനപരമായ കാര്യമൊന്നാണ്. ഇമാം സുബിക്കി തങ്ങൾ പറഞ്ഞു, യഅലം അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽ ഇസ്തിഗാസ. തവസ്സുലും ഇസ്തിഗാസയും ജായിസാണ്, അതൊരു നല്ല കാര്യമാണ്. വത്തശഫഉ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശഫാഅത്തിനെ തേടലും. ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബിലേക്ക്. വജവാസു സാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീനിൻ, എല്ലാ ദീനുடைய ആളുകൾക്കും ദീനിന്റെ ആളുകൾക്കും ഈ കാര്യം നല്ലതാണെന്നും ജായിസാണെന്നും ബോധ്യമാണ്. അൽ മഅറൂഫത്തി മിൻ ഫിഇലിൽ അംബിയാഇ വൽ മുർസലീൻ, അത് അംബിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും പ്രവൃത്തിയിൽ നിന്ന് ബോധ്യമായതാണ്. വസിയരി സലഫിസ് സാലിഹീൻ, മഹാന്മാരായ സലഫുസ് സാലിഹീങ്ങളുടെ മനോഹരമായ ചരിത്രത്തിൽ നിന്നും അത് ലഭ്യമാണ്. വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, പണ്ഡിതന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്, സാധാരണക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തവസ്സുലും ഇസ്തിഗാസയും അമ്പിയാക്കന്മാർ ചെയ്തു, പറഞ്ഞോളി, മുർസലീങ്ങൾ ചെയ്തു, പിന്നെ ഉലമാക്കന്മാർ ചെയ്തു, സാധാരണക്കാരും ചെയ്തു. ഇതിങ്ങനെ ചെയ്തു പോന്നു എല്ലാവരും. അതിനെ ആരും എതിർത്തിരുന്നില്ല, ആരും അതിന് എതിരല്ല. വലം യുങ്കിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാനി, മതത്തിന്റെ ആളുകളിൽപ്പെട്ട ആരും അതിനെ എതിർത്തിട്ടില്ല. വലാ സുമിഅ ഫീ സമനിൻ മിനൽ അസ്മാനി, ഒരു കാലഘട്ടത്തിലും അങ്ങനെ വിമർശിച്ച ചരിത്രം ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിലും കേട്ടിട്ടില്ല. ഇത് അമ്പിയാക്കന്മാർ ചെയ്ത കാര്യമാണ്, മുർസലീങ്ങൾ ചെയ്ത കാര്യമാണ്, സഹാബത്ത് ചെയ്ത കാര്യമാണ്, മറ്റുള്ള മുഴുവൻ ദീനിന്റെ അഹ്ലുകാരും ചെയ്ത കാര്യമാണ്. ഒരു കാലഘട്ടത്തിലും ആരും ഇതിനെ വിമർശിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് വിമർശിച്ചതായി പറയപ്പെടുക പോലും ചെയ്തിട്ടില്ല. മഹാപണ്ഡിതനായ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു ഈ ആശയത്തെ വളരെ സ്പഷ്ടമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്നേത് തുടങ്ങി ഈ ചെരണ്ടിട്ട ചേട്ടന്റെ മൂട്ടിൽ ആ എറുമ്പ് കൂടാതിരി ഒരു മഹലിലൊരു മടവൂരി ഉണ്ടാവുള്ളൂ അല്ലേ? എന്താ അഭിപ്രായം? ചില പത്രങ്ങളൊക്കെ കൊടുക്കണുണ്ടായാലും ഇവിടെ മടവൂരികളേ ഉള്ളൂ. ഈ മഹലില്
ഞാനൊരു ഓപ്പം മനസ്സിലാട്ടോ, നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. വേറെ താല്പര്യമുള്ള ആളല്ല. അപ്പോ ചില പത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കണ കണ്ടാ തോന്നും കേരളത്തിലെ നവോത്ഥാനം തുടങ്ങിയിരിക്കുന്ന കാര്യം. ഈ 4 മക്കള് നേതാക്കന്മാരും അനുയായികളും ഒന്നായിട്ട് സ്റ്റേജിലാണ്. കേരളത്തിൽ വലിയൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്. തിരിയുണ്ടെങ്കിൽ കുട്ടികളെ ഞങ്ങളെ പള്ളിയിലെ തേക്കിന്റെ പ്രായം പരിശോധിക്കുക, പള്ളിപ്പറമ്പിലെ കേരളത്തിലെ. എന്നിട്ട് ഈ മൗലവിമാരുടെ പ്രായ ഡേറ്റ് ഓഫ് ബർത്തും പരിശോധിക്കുക. ഞങ്ങളെ പള്ളിപ്പറമ്പിലെ തേക്കിന്റെ പഴക്കല്ല ആർക്ക് ഈ മൗലവിമാർക്ക്. ഇവരാ ഇവിടെ ദീനുണ്ടാക്കി. തിരിഞ്ഞോ നമ്മളെ പള്ളിപ്പറമ്പിലെ തേക്കിന്റെ വേരെടുക്കുക, ഇതിനെത്ര കൊല്ലം പഴക്കം നോക്കുക. അപ്പൊ 150 കൊല്ലം ഉണ്ടാവും. ഹുസൈൻ മടവൂരിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാം. ഇയാളൊക്കെ പെടുന്നത് എന്നേ വന്നു. ഇതിലപ്പുറം പറയാനൊരു പാരമ്പര്യം നിലവിലില്ലല്ലോ. തിരിയുണ്ടെങ്കിൽ പറയണേ ഇസ്ലാമിൽ ഇത് വിപ്ലവകരമായ കാര്യമാണ്. പിന്നെ ചിലത് പറയാണ്ട്, അത് സുന്നത്ത് ജമാഅത്തിന്റെ പൊതുവേദി ആയതുകൊണ്ട് ഞാൻ പറയണില്ല, ഒരു കോമൺ പ്ലാറ്റ്ഫോം നൽകുക. ഈ നാട്ടിൽ ഇവർ തമ്മിൽ ഭയങ്കര ഐക്യമുണ്ട്, ഇവരൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നേ ഇത് തുടങ്ങി ഇബ്നു തൈമിയ്യ, മിസ്റ്റർ ഇബ്നു തൈമിയ്യ വരുന്നതിന്റെ വരെ ആരും എതിർത്തിട്ടില്ല. അപ്പം ഇസ്തിഗാസയെയും തവസ്സുൽ മൂപ്പര് അംഗീകരിക്കുന്നുണ്ട്. ഇസ്തിഗാസനെ എതിർത്ത് തുടങ്ങി എന്ന് മുതലാണ്. എത്ര കൊല്ലത്തെ ബാക്കുണ്ട്? നമ്മളെ മമ്പുറത്തെ പള്ളിന്റെ ബാക്കും കൂടി ഇല്ല. ഇബ്നു തൈമിയ്യ കൊന്ന കാലത്ത് വരെ ആരും ഇതിനെതിർത്തിട്ടില്ല, അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഇബ്നു തൈമിയ്യ ബുദ്ധിമാനാണല്ലോ, അയാൾ ഈ വിഷയത്തിൽ ചില പദപ്രയോഗങ്ങൾ നടത്തി. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് ആ വിഷയത്തിൽ ഒരു തിരിച്ചറിവില്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇത് മുതലാണ് ഈ തവസ്സുൽ ഇസ്തിഗാസ എതിർത്ത് തുടങ്ങിയത്. അതിന് മുൻപുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം 100% തൗഹീദ് അറിയുന്നവരും അത് പഠിപ്പിച്ചവരുമാണ്. കേരളത്തിലെ വഹാബിസ് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യയിലേക്ക് ചേർത്ത് പറയാനും കൂടി യോഗ്യല്ല. ഞങ്ങൾ ഓരോരുത്തരും മലയാളത്തിൽ ഓരോ പുസ്തകം വാങ്ങി വായിച്ചാൽ മതി. ആ എടവണ്ണ സലാം സെല്ലമ്മയെന്ന് ഉറങ്ങി നീച്ച പുതിയ മദ്ഹബ് ജനിച്ചു. ആണ് ഓതുണ്ടാക്കിയ മുറിയാൻ കൊടുക്കുകയും മുജാഹിദാളുടെ ഗതികൾ എങ്ങനെയാണ്? എങ്ങനെ ഒരാള് പറയണ് കീഴ്വായു പോയാൽ ഒന്ന് മുറിയണമെങ്കിൽ ഭയങ്കര ശബ്ദം വേണം, അല്ലെങ്കിൽ നല്ല വാസന വേണം. ഇപ്പൊ നാടൻ ഉദാഹരണം പറഞ്ഞാല് വിഷുവിന് പടക്കം പൊട്ടുന്നാതിരിയോ എത്രേ? ഈ ശബ്ദത്തിന്റെ കതിരത്ര മണാണെങ്കിൽ മണത്തിന്റെ കതിരത്ര എളിയമ്പറമ്പിൽ മണ. പിന്നെ അതൊരു ഇജ്തിഹാദ്. ഇയാളെ ഹദീസുകൾ ദുർബലതയും ദുർവ്യാഖ്യാനം എന്നൊരു പുസ്തകമുണ്ട്. അതിൽ മൂപ്പർ പറയുന്നുണ്ട്, ലിംഗത്തിൽ സ്പർശിച്ചാൽ ഒതു മുറിയണം എന്നതിന് ബലപ്പെട്ട ഹദീസുകളില്ല. വന്ന ഹദീസുകളുടെ റാവി ബലമുള്ളതല്ല. അപ്പൊ ഇവ തൊട്ടാലും മുറിയില്ല. പെണ്ണുങ്ങളെ തൊട്ടാൽ മുറിയോ? അതും മുറിയില്ല. ഇതൊന്നും മുറിയാത്തൊരു മുജാഹിദ് ഓതുണ്ടാക്കി കുടുങ്ങും. എന്തിന് മുറിഞ്ഞിട്ടാണ്. ഈ ഇത്തരം ഗവേഷണങ്ങളൊന്നും ഈ ഇബ്നു തൈമിയ്യ നടത്തിയിട്ടില്ല. മനസ്സിലാണ്ടോ പറയണത്? ദറഇയ്യ ഭരണാധികാരികളുമായി ചേർന്ന് മുസ്ലിം ഉമ്മത്തെ മൊത്തമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സാമ്രാജ്യത്വത്തിന്റെ ഏജന്റായി വന്ന ഇബ്നു അബ്ദുൽ വഹാബും ഇത്തരമൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ അപ്പുറത്താണ് നമ്മുടെ നാട്ടിലെ മൗലവിമാര്. കേരള വഹാബിസം എന്ന് പറഞ്ഞാൽ ആഗോള വഹാബിസത്തിന്റെ പുറത്താണ്. നമ്മൾ അടുത്ത പ്രസംഗം കേരള വഹാബിസവും ആഗോള വഹാബിസവും. അടുത്തൊരു വിഷയം വെച്ചാൽ രസമുണ്ടോ? ഇങ്ങനെ കേരള വഹാബിസും ആഗോള വഹാബിസും വലിയ വ്യത്യാസമാണ്. ഇവർക്ക് ഒരാശയമില്ല എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഈ മൗലവിമാർ ഓരോരുത്തർ ഉറങ്ങി നീക്കുമ്പോണ്ടാണ് ഇജ്തിഹാദാണ്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ശബ്ദം കേൾക്കണ മുജാഹിദീങ്ങൾ ഉണ്ടെങ്കിൽ പഴയ കാലത്ത് നിങ്ങളൊക്കെ മദ്രസ പഠിച്ച കാലത്തുള്ള ആ പുസ്തകം കൊണ്ടുവരിക. ഇപ്പൊ നിങ്ങളെ മക്കളെ പഠിപ്പിച്ച പുസ്തകവും വായിച്ചു വെക്കുക, പേരക്കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകവും വായിച്ചു വെക്കുക. ഓരോ ദിവസവും നടക്കുന്ന ഗവേഷണങ്ങളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. കൂട്ടത്തിൽ മറക്കരുത്. എന്ത് ജിന്നാണ് രോഗാണുവാണ് എന്ന് പഠിപ്പിച്ചു മറക്കരുത്. ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു മറക്കരുത്, ഇല്ല എന്ന് മറക്കരുത്. ഒക്കെ അതൊന്ന് വായിച്ചു വെക്കൊള്ളുണ്ട്.
ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇത്രയൊക്കെ അവ്യക്തത ഉണ്ടെങ്കിൽ എന്താ പൊതു കഥ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിന്റെ ആണ്ട് ദിവസാണെന്ന്. അള്ളാഹു അവരെ ഫൈലും തബറുക്കും അവരെ ഇഖ്തിദാ ചെയ്യാനുള്ള തൗഫീഖും പാവപ്പെട്ട നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അവരുടെ ഹഖ് കൊണ്ട് നമ്മളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവെ, പാവപ്പെട്ട ഞങ്ങളോട് നീ ഏറ്റവും റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ പോരായ്മകളെ നീ തീർത്തു തരണേ റഹ്മാനെ. നാഫിയ ഇൽമിനെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മരണസമയത്ത് നീ ഞങ്ങളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഖബറിലെ ഏകാന്തതയിലും മഹ്ശറയിലെ വിചാരണ നാളിലും നീ ഞങ്ങളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇരുന്ന് ശരിക്കും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഖൽബിൽ ഉറപ്പിച്ചിട്ടേ പോകാവൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.